ജെറോൺസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെറോൺ സിജു. ഞാൻ ഇന്നൊരു കഥാകഥന മത്സരത്തിന് പങ്കെടുക്കാൻ പോവുകയാണ്. അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. മാന്യ സദസ്സിന് നമസ്കാരം. ബുദ്ധിമാനായ ആട്, അതാണ് എൻ്റെ കഥയുടെ പേര്. ഒരിക്കൽ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ്, എന്തു ഭംഗിയാ! നിറയെ ഇളം പുല്ലുകൾ. പുല്ലും തിന്ന് വയറും നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതമാണെന്നേ തോന്നും. ഹോ, വല്ലാത്ത മയക്കം. അങ്ങോട്ട് കയറിയിരിക്കാം. നാട്ടിലാണല്ലേ. താനിരിക്കുന്ന ഇടം ഗുഹയാണെന്ന് അതുണ്ടോ അറിയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഏതായി പുതിയ ജന്തു? ആ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് പരിങ്ങി. എന്നിട്ട് ഉറക്കി അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് എൻ്റെ ഗുഹയിൽ? എൻ്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇത് കേട്ടാട് ശരിക്കും പേടിച്ചോട്ടോ. എന്തായാലും മരിക്കും. രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദം മുർത്തി. അത് ചോദിക്കാൻ നീ ആരാടാ? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നു. ഇവനാൾ ചില്ലറക്കാരനല്ലല്ലോ. എന്നിട്ട് സിംഹം സകല ശ്വാസവും ഉള്ളിലേക്ക് എടുത്ത് ഒരൊറ്റ അലർച്ചയായിരുന്നു. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്ന് വേഗം പുറത്തിറങ്ങ്. ഇവിടെ ഞാൻ ചോദിച്ചു, അപ്പോ നീയാണല്ലേ സ്വയം രാജാവെന്ന് പറഞ്ഞു സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകൾക്കും രാജാവ്. നിന്നെ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം പേടിച്ച് തിരിഞ്ഞോടി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറുക്കൻ സിംഹത്തിന്റെ പിന്നാലെ ഓടി. രാജാവേ, ഒന്ന് നിന്നാലും. അങ്ങ് എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിൽക്കാൻ നേരമില്ല. ആ ചക്രവർത്തി എന്റെ കഥ കഴിക്കും. ചക്രവർത്തിയോ? അതേ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറി ഇരിപ്പുണ്ട്. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോന്ന് ഞാൻ നോക്കട്ടെ, സിംഹം പറഞ്ഞു. ഈ സിംഹത്തിന് പൊണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെ ഇല്ല. കുറുക്കൻ ലൂർ ചിരിച്ചു. പ്രഭോ, അങ്ങേ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്നറിയാൻ ഞാൻ നോക്കിയിട്ട് വരാം. ഗുഹയ്ക്കരികിൽ കാൽപ്പാടുകൾ കണ്ടപ്പോ തന്നെ കുറുക്കൻ ആളെ പിടികിട്ടി. എന്നിട്ട് കുറുക്കൻ വീണ്ടും സിംഹത്തിനരികിലെത്തി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ അതൊരു ആടാണ്. ആണോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ളതാ. അങ്ങ് ധൈര്യമായി വന്നാലും പേടിയാണെങ്കിൽ എന്റെ പിറകിൽ ഒളിച്ചാലും മതി. ഛേ, കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസ്സാരനായ കുറുക്കന്റെ മേലിൽ ഒളിക്കുകയോ? സിംഹം പൊരുപുറത്തു. പ്രഭോ, നമ്മുടെ വളകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ചെന്ന് തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോട്ടെ. അങ്ങ് ധൈര്യമായി വന്നാലും. ഗുഹയ്ക്കരികിൽ സിംഹത്തിനെയും കുറുക്കനെയും ഒരുമിച്ച് കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പൊ ഈ പീറ് കുറുക്കന്റെ ധൈര്യത്തിലാണല്ലേ ഈ സിംഹം വന്നിരിക്കുന്നത്, കാണിച്ചു കൊടുക്കാം. ആട് മനസ്സിൽ മന്ത്രിച്ചു. ആടിന്റെ സൂത്രങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ കുറുക്കൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, യാപ്പരത്തി ചക്രവർത്തി, ബുദ്ധിമാനായ ആട് വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചങ്ങാതി, നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നെന്ന് പറഞ്ഞിട്ട് നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മനസ്സിൽ നിൽക്കുന്നേ? ആ കിഴവനെ കൂടി തള്ളിവിടെ. അതോ ഞാൻ അങ്ങോട്ട് വരണോ? അത് കേൾക്കേണ്ട താമസം. സിംഹം കുറുക്കന്റെ നേരെ അലറി. എടാ ചതിയാ! എന്നിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. വാലിൽ കിട്ടിയ കുറുക്കന്റെ കാര്യം പിന്നെ പറയണല്ലോ. ആളിത് കണ്ട് ഓർത്തോർത്ത് ചിരിച്ചു. കൂട്ടുകാരെ, ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രധാനം. നന്ദി, നമസ്കാരം.